പറഞ്ഞിരിക്കാൻ. ഹലോ ഗായ്സ്, മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ കുറച്ച് സമയം പുറത്തൊക്കെ ഇരിക്കാലോ എന്ന് ഇറങ്ങിയതാ. നോക്കുമ്പോ ഉണ്ട് നമ്മളെ പൂക്കിന്റെ മോളും കൂടി പൊരിഞ്ഞ സ്നേഹം. ഇങ്ങനെയൊക്കെ സ്നേഹിക്കാൻ പറ്റുമെന്നുള്ളത് ഇവരൊക്കെ കളിക്കുന്ന കാണുമ്പോഴാണ് മനസ്സിലാകുക. മോളാണെങ്കിൽ അടിച്ചടിച്ച് പണിയാക്കുന്നുണ്ട്, അമ്മേനെ അങ്ങോട്ട് വല്ലാണ്ട് സ്നേഹിക്കുകയാണേ. അതൊക്കെ കഴിഞ്ഞ് കുറച്ച് സമയം ബുക്കെല്ലാം നോക്കാലോ, എക്സാം ഒക്കെ ആവാനായില്ലേ, ചെറുങ്ങനെ എന്തെങ്കിലുമൊക്കെ നോക്കണമല്ലോ എന്ന് വിചാരിച്ച് നോക്കായിരുന്നു. അപ്പോഴാണ് കൊപ്രയാക്കുന്നിടത്തുനിന്ന് പൊങ്ങുണ്ട് എന്ന് പറഞ്ഞ് വിളിച്ചത്. പോയി എടുത്തു വന്ന് കഴിക്കൽ തുടങ്ങി. പിന്നെ തീറ്റയിലായിരുന്നു കോൺസെൻട്രേഷൻ. കോരിത്തെരിപ്പിക്കുന്ന, കണ്ണ് ചിമ്മിപ്പിക്കുന്ന. വാ വാ. അപ്പോഴുണ്ട് പെട്ടെന്ന് അമ്മ വിളിക്കുന്ന ഒരു കാര്യം കാണണമെങ്കിൽ വേഗം നോക്കുമ്പോഴുണ്ട് നല്ല കണ്ണും ചിപ്പിക്കുന്ന കാഴ്ചകളുമായിട്ട് നമ്മുടെ പൂക്കിന്റെ മോള്. ഏതാ അഭ്യാസം എന്നറിയോ? കുട്ടി വളരുന്നതിനനുസരിച്ച് കുരുത്തക്കേടും അഭ്യാസങ്ങളും കൂടി വരികയാണ്. അതുകൊണ്ട് തന്നെ ഇതൊക്കെ കണ്ടിരിക്കാൻ നല്ല രസമാണ്. പൂക്കിന്റെ മോള്, അപ്പൊ ഇതൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാലോ. അപ്പൊ അവള് കളിക്കുന്നതും ചിരിക്കുന്നതൊക്കെ കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. പൂക്കി പൂക്കി എങ്ങോട്ടാന്നറിയില്ല, വച്ചിറങ്ങിയതാണ്. വിളിച്ചപ്പോ തിരിഞ്ഞു നോക്കി, കൂടെ മോളും ഉണ്ട് പോകുന്നു. അപ്പോഴുണ്ട് നമ്മളെ ചുക്കിടി എന്നെ മൈൻഡാക്കുന്നില്ലല്ലോ എന്നുള്ള ഭാവത്തിൽ അവിടെ ഇരിക്കണു. എന്നാ പോയി ചുക്കിടീനെയും കുറച്ച് മൈൻഡാക്കാലോ എന്ന് വിചാരിച്ചു. എന്താന്നറിയില്ല, ചുക്കിടിക്ക് ഈയിടെയായിട്ട് കുറച്ച് ക്ഷീണം കൂടുതലാ. കണ്ടോ, എഴുന്നേറ്റ് സെൽഫിക്ക് വരെ നിന്ന് തരുന്നില്ല. ഇങ്ങനെയൊക്കെ വേണമെങ്കിൽ എടുത്തോ എന്നാണ് അവൻ പറയുന്നത്. അങ്ങനെ ഇതാ ഓരോ ദിവസവും പഠിക്കാൻ വന്നിരിക്കുമ്പോൾ കുറച്ച് സമയം ഫോൺ നോക്കി ഇങ്ങനെയൊക്കെ കളിക്കും. എന്താണെന്നറിയില്ല, പഠിക്കാനിരിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ കളിച്ചാലേ ഒരു സമാധാനമുള്ളൂ. ഇതാണ് എന്റെ അമ്പുടവും തങ്കുവും. അപ്പം ഇവരെ വീട്ടിന്റെ അങ്ങോട്ടേക്ക് ആക്കി കൊടുക്കാലോ എന്ന് വിചാരിച്ചു ഇവരോട് ഇറങ്ങി. ഞാൻ ഇവരുടെ കൂടെ നടക്കുമ്പോൾ ഞാൻ ശരിക്കും വിചാരിക്കും ഞാനും ഒരു കുട്ടിയായി പോകുന്നുണ്ടോന്ന്. ഇവരെ കൂടെ തന്നെ ഞാനും അങ്ങ് കളിച്ചൊക്കെ ഇറങ്ങും. ഇതൊക്കെ ഒരു രസമല്ലേ അല്ലേ? എൻജോയ് ചെയ്യേണ്ട ടൈം എൻജോയ് ചെയ്യാം. അപ്പൊ വാവ പറഞ്ഞു ഞാൻ എടുക്കാം വീഡിയോ. അവന്റെ ആഗ്രഹം അല്ലേ, എന്നാ നടക്കട്ടെ എന്ന് ഞാനും അങ്ങ് വിചാരിച്ചു. ഞാൻ അവന് സപ്പോർട്ട് ചെയ്ത് കൊടുത്തു. പിന്നെ ഞാനിങ്ങനെ വീട്ടിലേക്ക് തിരിച്ചു വരുമ്പോണ്ട് കാണുന്നു ചുക്കിടി ഇങ്ങനെ കിടക്കുന്നത്. ചുക്കിടി ഒരു വിളി തന്നെ അവൻ എണീറ്റു. അപ്പൊ മറ്റൊരു വീഡിയോ കാണുമ്പോൾ ടാറ്റാ.